ഗുരുവേ, നമ്മുടെ ജീവൻ രക്ഷപ്പെട്ടു. ഒറ്റയടിക്ക് 25 ലക്ഷം കൈ കിട്ടിയത്. ശരിയാണടാ, നീയാണ് എൻ്റെ ആത്മാർത്ഥതയുള്ള ശിഷ്യൻ. ഞാനും നീയും കൂടെ ജീവിതകാലം മൊത്തം ഓട്ടിച്ചാലും ഈ 25 ലക്ഷം രൂപ ഉണ്ടാക്കണം. ഗുരുവിന് ഇപ്പോഴെങ്കിലും മനസ്സിലായോ ഗുരുവിനോട് സ്നേഹമുള്ള ശിഷ്യൻ ഞാനാണോ? എൻ്റെ വേറൊരു ശിഷ്യനുണ്ട്, കുമ്പിടി ബൈജു. അവനെ എന്നെ പന്നീന്ന് വിളിച്ചിട്ട് അവൻ പോയി. അവന് 10 പുത്തം കണ്ടപ്പോഴേ ആശാന പുച്ഛ. ആ കുമാരനെ പിടിച്ചാൽ നമുക്ക് കാശ് ഇനിയും പിടിക്കാം. ബ്ലൈഡ് വഴി ഉണ്ടായി പൂത്ത കാശുണ്ട് കൈ. നീ സമാധാനപ്പെട്, ഞാൻ അവനെ സൈസാക്കി തരാം. 10 രൂപ ചോദിച്ചാൽ കടം തരൂല. ഞാൻ കുറേ ദിവസമായിട്ട് വിചാരിക്കാൻ വേണ്ടിയിട്ടൊരു പണി കൊടുക്കണം. ഇനിയേ അവൻ്റെ ആ കാറോടെ എനിക്കൊന്ന് പൊക്കണം. ഞാൻ പൊക്കും. കിടക്കാൻ സ്ഥലമൊന്നുമില്ലേ വീട്ടില്? ചേട്ടൻ ഞാനൊരു സ്വപ്നം കണ്ട്. ആ മണിയനാണ് എന്നെ ചതിച്ചത്. എനിക്ക് ഉറപ്പുണ്ട്. ഇപ്പൊ പോലീസിന്റെ അടുത്തും പറയാൻ പറ്റൂല, നമ്മളും കൊടുക്കും. എനിക്ക് പോലീസൊന്നും വേണ്ട. എൻ്റെ കൂടപ്പിറപ്പിനെ പോലെയാണ് ഞാൻ അവനെ നോക്കിയത്. ആ ലക്ഷങ്ങൾ കണ്ടപ്പോൾ അവൻ എന്നെ ചതിച്ചു. ഞാനും വിചാരിച്ചില്ല മണിയമ്മ ഇങ്ങനെ തയ്ക്കോ. നീ വാ, കയറ്. അവ എവിടെ ഉണ്ടെങ്കിലും പൊക്കണം. കയറ്. ഇവനൊക്കെ എവിടെ പോയി താന്നാന്തോ? കള്ളന്മാരല്ലേ, നമ്മളെ കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റൂല. എൻ്റെ ഭഗവതി, രൂപ 1ഉം 2ഉം അല്ല പോയത്. എവിടെയെങ്കിലും വെച്ച് ഇവനെ എനിക്കൊന്ന് കാണിച്ചു തരണേ. കള്ളപ്പന്നി, നിന്നെ അന്വേഷിച്ച് നഗരം ഇവിടെ നിന്ന് ഇറങ്ങി. നീ പണം കണ്ടപ്പോ നിന്റെ കണ്ണു മഞ്ഞളിഞ്ഞല്ലടാ. നിന്നെ എനിക്കറിയാം. നിന്നെ മറ്റവനോടേടാ. കുമാർ അവൻ എന്നെ പറ്റിച്ച്. അവൻ പാമ്പിനെ കൊണ്ട് പിന്നാമ്പുറത്ത് ആറ്റി ചാടി നീന്തിപ്പോയി. കൂടെ ഒരു തമിഴിലും ഉണ്ടായിരുന്നു. നിന്നെ എനിക്കറിയാം. നീ കള്ളം പറഞ്ഞവനെ ഇരിക്കാൻ നോക്കണേ. മണിയമ്മാവ, കച്ചവടത്തിന് ഒരു നേരെന്നറിയോ, നിങ്ങൾ അത് നശിപ്പിച്ചു. കുമാർ, ഞാൻ സത്യം നിരപരാധി. എൻ്റെ മക്കളാണ് ഞാൻ നിരപരാധി. നീ നിരപരാധിയാണെന്ന് ഞാൻ വിശ്വസിക്കാം. എൻ്റെ നിന്ന് വാങ്ങിച്ച കാശ് എൻ്റെ മുമ്പിൽ കൊണ്ടുവയ്ക്കണം. ഇല്ലെങ്കിൽ നീ കുമാർ ആരാണെന്ന് അറിയും. എടാ, നീർന്ന സല്ലിൽ ചാടിപ്പോ അതാണ് സത്യം. മാമ, നിങ്ങളൊരു കള്ളനാണ്. നിങ്ങൾ ആരും ഒരിക്കലും മുഴവിലേക്ക് എടുക്കൂല. എടാ, എനിക്ക് എൻ്റെ നിരപരാധിത്വം കുമാറിന് മുമ്പ് തെളിയിച്ചേ പറ്റൂ. ഞാൻ തെളിയിക്കും. ഞാൻ ആ കുമ്പിടിയുടെ കേസിലെ പറഞ്ഞാണ് ഇജാതി ടീംസിനെ ഒന്നും അടുപ്പിക്കില്ല. എടാ, അവന്മാർ എൻ്റെ പിള്ളേരല്ലേ. അവന്മാരെ സങ്കടം കണ്ടാൽ എനിക്ക് സഹിക്കൂല. ഞാൻ അത് ചെയ്തു. എൻ്റെ മനസ്സ് അങ്ങനെ ആയിപ്പോയി. ഞാൻ എന്താ പറയാനാ? ആ കുമാറണ്ണനെ കാര്യങ്ങൾ പറഞ്ഞ് ധരിപ്പിക്കാൻ പറ്റുമെങ്കിൽ ചെയ്യും, ഇല്ലെങ്കിൽ കാര്യങ്ങൾ വശമാവും. ആലോചിച്ച് ചെയ്. ചതിയാ ചെറ്റേ, എന്നെ പറ്റിച്ചിട്ട് മുങ്ങിക്കളാ ചെല്ലടാ. ഗുരുവേ, ആ തമിഴ് നമ്മളെ പറ്റിച്ചു ഗുരുവേ. പാമ്പുമായിട്ട് അവൻ കടന്നു കളഞ്ഞു. നമ്മളെ കാശെല്ലാം പോയി ഗുരുവേ. എടാ, ഒടിയനടുത്താണ്ടാ നിന്റെ മറിമായം. സത്യമാ ഗുരുവേ. കുറ്റബോധം കൊണ്ടാ ഗുരുവിന്റെ അടുത്ത് ഞാൻ വരാത്തത്. എടാ, നീ കാരണം വർഷങ്ങളോളമുള്ള കുമാരനും ഞാനായിട്ടുള്ള ബന്ധമുണ്ടാ തകർന്നത്. മനസ്സിലായോടോ പുല്ലേ? എടാ, നിനക്കൊക്കെ ഇത് നിസ്സാരം. കള്ളം പണിയും മോഷണവും പിടിച്ചു പറിയൊക്കെ നിർത്തി അന്തസ്സായിട്ട് ജീവിക്കുന്നവനാണ്. എൻ്റെ വീട്ടിൻ്റെ മുമ്പ് കള്ളം മണിയെ റിട്ടേൺ എഴുതി വെച്ചേക്കണം. മനസ്സിലായണ? എൻ്റെ പൈസ നമുക്ക് ഷെയർ ആക്കാം. എൻ്റെ ഷെയർ ഗുരുവേ, കൊണ്ടുപോ. ജീവിക്കാനൊരു ഹരിചന്ദ്രൻ. കള്ളം മണി എന്നും കള്ളം തന്നെ. ജീവിക്കാനുള്ള കള്ളം പണിയാ. നീ എന്തിനാ എൻ്റെ മുമ്പ് വന്നത്? സ്വന്തം കൂട്ടുകാരൻ്റെ നെഞ്ചത്ത് കത്തി കുത്തി ഇറങ്ങിയ ദ്രോഹി. ഓടാ, എനിക്ക് നിന്നെ കാണണ്ട. മണിയൻ കള്ളനാണ്, പക്ഷേ ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്നത്. ഞാൻ നിരപരാധിയാണെന്ന് 1000 വട്ടം ഞാൻ നിന്നോട് പറഞ്ഞു. നീ എന്നെ തല്ലി, പക്ഷെ അതിലെനിക്ക് പക്ഷേ
നിന്നെ ഞാൻ പറ്റിച്ചു എന്ന് പറഞ്ഞു. പക്ഷെ അതെന്റെ ചങ്കിലുണ്ട്